പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായിട്ട് ചിന്തകളിലെ ദൈവം എന്ന ഈ താത്വിക പഠനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെക്കുറിച്ചാണ്. ദ ബേസിക് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് മാൻ. ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാൻസ് നീഡ് ടു ബി റിലേറ്റഡ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ് നർച്ചിസിസം. മറ്റുള്ളവരോടുമായി ബന്ധപ്പെടുവാനുള്ള മനുഷ്യൻ്റെ അഭിനിവേശം. കാരണം അമ്മയുമായിട്ടുള്ള അംബിളിക്കൽ കോഡ് അഥവാ പൊക്കിൾക്കൊടി ബന്ധം അറ്റുപോകുമ്പോൾ ഒരു മനുഷ്യൻ ഏകാകിയും നിസ്സഹായനുമാകുന്നു. ഈ മനുഷ്യന് നിലനിൽപ്പെന്ന് പറയുന്നത് പിന്നീട് പുറം ലോകവുമായിട്ടുള്ള ബന്ധപ്പെടലുകളിലൂടെയാണ്. ഈ ബന്ധപ്പെടലിന് ഉള്ള മാർഗമാണ് ദ നീഡ് ടു ബി റിലേറ്റഡ്. ബന്ധപ്പെടുവാനായിട്ട് സിംബയോട്ടിക് മെത്തേഡുണ്ട്, പ്രൊഡക്റ്റീവ് മെത്തേഡുണ്ട്. സിംബയോട്ടിക് മെത്തേഡിലാണ് ഒരുവൻ സാഡിസത്തിലൂടെ പരപീഡനം, മാസോക്കിസത്തിലൂടെ ആത്മപീഡനം, മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത്. ഈ ബന്ധപ്പെടലുകളിൽ മനുഷ്യനൊരിക്കലും ആത്യന്തികമായിട്ടുള്ള തൃപ്തി ലഭിക്കുകയില്ല. മനുഷ്യന് ആത്യന്തികമായ സംതൃപ്തി ലഭിക്കുക സ്നേഹത്തിലൂടെയുള്ള ബന്ധപ്പെടലിലാണ്. സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടും എൻ്റെ വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ടുമുള്ള രണ്ട് വ്യക്തികളുടെ പരസ്പര സമാഗമമാണ്. ക്രൈസ്തവ ദർശനത്തിൽ സ്നേഹമെന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്കുള്ള വേദനാനിർഭരമായ തീർത്ഥാടനം ആണ്. ലവ് ഈസ് എ പെയിൻഫുൾ എക്സഡസ് ഫ്രം മീ ടു ദി അതർ. ഈ സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളിലൂടെ നാം കടന്നുപോയി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദൈവം സ്നേഹമാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ദൈവത്തോടുള്ള ആരാധന എന്ന് പറയുന്നത് മനുഷ്യ ഉപാസനയാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ ചിന്തയുടെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് നടത്തുന്ന ക്ലാസ്സുകൾ നമ്മൾ വിലയിരുത്തുന്നത്. ഭാരതീയ ദർശനത്തിൽ മാനുഷ സേവയാണ് മാധവ സേവയെന്ന് പറയാറുണ്ട്. മനുഷ്യ ഉപാസനയാണ് ദൈവ ഉപാസനയുടെ മാനദണ്ഡം എന്നും പറയാറുണ്ട്. എല്ലാ മതങ്ങളുടെയും അന്തസ്സത്ത് എന്ന് പറയുന്നത് മനുഷ്യ ഉപാസനയിലൂടെ, മനുഷ്യ സേവനത്തിലൂടെ ഈശ്വര സേവനത്തിലേക്ക് ഉണരുക എന്നുള്ളതാണ്. ഭാരതീയ ചിന്തകളിൽ നാം വായിക്കുന്നുണ്ട്, ലോക സമസ്ത സുഖിനോ ഭവന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും സുഖമുണ്ടാകണം. സാധാരണ ക്ലാസ്സുകളിലെ കുട്ടികൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ലോകം മുഴുവനും സുഖം പകരുവാനായിട്ട് സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന്. അപ്പം ഈ ഹൈന്ദവ ദർശനത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യ സ്നേഹമാണ് ദൈവസ്നേഹത്തിലേക്കുള്ള ചവിട്ടുപടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ബുദ്ധമതത്തിൻ്റെ അന്തസത്ത തന്നെ അഹിംസയാണ്. മനുഷ്യരോട് മാത്രമല്ല
മൃഗങ്ങളോടും മരങ്ങളോടും മണ്ണിനോടുമുള്ള അഹിംസയാണ്, നോൺ വയലൻസ് ആണ്, സ്നേഹമാണ് ബുദ്ധമതത്തിൻ്റെ അന്തസത്ത. ഇസ്ലാമിലും നമുക്കറിയാം സക്കാത്ത് എന്ന് പറയുന്നത് പലിശ വാങ്ങിക്കാതെ പണം കടം കൊടുത്തുകൊണ്ട് അവരനെ സ്നേഹിക്കുമ്പോഴാണ് ഒരുവൻ അള്ളാവിൻ്റെ പ്രീതിക്ക് അർഹനാകുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ചൈതന്യം. ഇനി ക്രൈസ്തവ ദർശനത്തിലേക്ക് വരുമ്പോൾ ഈ ചിന്ത വ്യക്തമാണ് നമുക്ക്. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയുടെ വർണ്ണന ഈശോ നൽകുന്നുണ്ട്. അന്ത്യവിധിക്കുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് നാം ചെയ്തു കൂട്ടുന്ന ബാഹ്യമായ അനുഷ്ഠാനക്രമങ്ങളോ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളോ മറ്റു ഉപവാസ പരിപാടികൾ ഒന്നുമല്ല. ഞാൻ എങ്ങനെ എൻ്റെ സഹോദരൻ്റെ അവരൻ്റെ ആവശ്യങ്ങളിൽ കൂടുതൽ കരുതലും കാരുണ്യവും കാണിച്ചുവോ അതിനനുസരിച്ചാണ് നിത്യതയ്ക്ക് ഞാൻ അർഹനാകുന്നത്. ക്രൈസ്തവ ദർശനത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് മടിയൻ്റെ അത്താണി അല്ല, കർമ്മം ചെയ്യാനുള്ള കരുത്താണ്. അപ്പോൾ പ്രാർത്ഥനയും മതവുമൊക്കെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, ഉത്തരവാദിത്വങ്ങളിലേക്കുള്ള ഉൾച്ചേരലാണ്. നമ്മൾ വേദപുസ്തകത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നല്ല ഇടയൻ്റെ കഥ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇവിടെ ഈശോ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നവനാണ് നല്ല ഇടയനെന്ന്. ഇടയൻ്റെ വിവിധ ഭാവങ്ങളെന്ന് പറയുന്നത് കാവലിരിക്കുന്നവൻ, കരുതലുള്ളവൻ, കാരുണ്യമുള്ളവൻ, ഇവരാണ് നല്ല ഇടയൻ. മോസസിൻ്റെ ഒരു കഥ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഈജിപ്തിൽ നിന്നും മോശ മിദിയാനിലേക്ക് ഓടിപ്പോയി ജത്രോയുടെ ആടുകളെ മേയ്ക്കുന്ന കാലഘട്ടം. ഒരു സായാഹ്നത്തിൽ ആടുകളെ തെളിച്ചിട്ട് തിരിച്ചു വന്ന് ആടുകളെ ആലയിൽ അടച്ചിട്ട് എണ്ണി നോക്കുമ്പോൾ ഒരു കൊച്ചു മുട്ടാടിൻ്റെ കുറവുണ്ട്. മോസസിന് അസ്വസ്ഥതയായി. ഈ മുട്ടാട് എവിടെ പോയിരിക്കുമെന്ന് മോശ തേടി പുറപ്പെട്ടു. കുറേ ദൂരം അലഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നീരുറവയുടെ അടുത്ത് ഈ പാവം കൊച്ചു മുട്ടാട് ദാഹം തീരുവോളം വെള്ളം കുടിക്കുന്നതായി കണ്ടു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ മുട്ടാടിനെയും കൈകളിൽ വാരിയെടുത്ത് തോളിലേറ്റി ചുട്ടുപഴുത്ത മണലിൻ്റെ പുറത്തുകൂടി മോശ ആലയിലേക്ക് നടന്നു. ഈ കൊച്ചുമുട്ടാടിനെയും തോളിലേറ്റി ചുട്ടുപഴുത്ത മണലിൻ്റെ പുറത്ത് നിഷ്പാതുകനായി ഈ കൊച്ചുമുട്ടാടുമായിട്ട് ആലയിലേക്ക് നടക്കുമ്പോൾ മോസസിന് മനസ്സ് വേദനിച്ചു. ഏറ്റ ദൈവമേ, ഈ എൻ്റെ കൊച്ചുമുട്ടാടിൻ്റെ ദാഹം അറിയുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് യഹോവയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ആലയിലേക്ക് തിരികെ നടക്കുമ്പോൾ യഹോവയുടെ കണ്ണുകൾ മോസസിൽ പതിച്ചു. യഹോവ തീരുമാനിച്ചു, ആടുകളോട് കരുതലുള്ളവൻ, ആടുകളോട് കരുണയുള്ളവൻ, ആടുകൾക്ക് കാവലിരിക്കുന്നവനായിരിക്കണം ഇസ്രായേലിൻ്റെ ഇടയനാകുക. അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു.
മോശയെ ഇസ്രായേലിൻ്റെ ഇടയനായിട്ട് അവിടുന്ന് തിരഞ്ഞെടുക്കുന്നതും ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ മോചനത്തിനായി മോശയെ അയക്കുന്നതും. അപ്പോൾ നല്ല ഇടയൻ, ആടുകളോട് കരുണയുള്ളവൻ, ആടുകൾക്ക് കാവലിരിക്കുന്നവൻ, ആടുകളെക്കുറിച്ച് കരുതലുള്ളവനാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, താബോറിൽ പ്രാർത്ഥിക്കുന്ന ഈശോയും ശിഷ്യന്മാരും. താബോറിൽ കാണപ്പെടുന്ന ഈശോയുടെ അനശ്വരതയിൽ, താബോറിൻ്റെ അലൗകിക ഭംഗിയിൽ മതിമറക്കുന്ന പത്രോസും കൂട്ടുകാരും ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, ഞങ്ങൾ 3 കൂടാരങ്ങൾ തീർക്കട്ടെ. ഒരു നിമിഷം പത്രോസും കൂട്ടുകാരും താഴെ മലയുടെ അടിവാരത്ത് കാത്തു നിൽക്കുന്ന മറ്റ് സഹോദരങ്ങളെ മറന്നുപോയിരിക്കും. ഈ അപകടം തിരിച്ചറിയുന്ന ഈശോ ചെയ്യുന്നുണ്ട്. എന്താണ്? ഒരു ചീളു വന്ന് ഈ അനശ്വരമായ ആ ദർശനം മറച്ചിട്ട് നിഷ്കരുണം പത്രോസിനെയും കൂട്ടുകാരെയും ജെറൂസലേമിൻ്റെ കർമ്മഭൂമിയിലേക്ക് അയക്കുന്നു. അപ്പോൾ താബോറിൻ്റെ അലൗകികതയിൽ നിന്നും ജെറൂസലേമിൻ്റെ കർമ്മഭൂമിയിലേക്ക് നിഷ്കരുണം കർത്താവ് പറഞ്ഞയക്കുന്നു പത്രോസിനെയും മറ്റ് ഇതര സഹോദരങ്ങളെയും. കർമ്മഭൂമിയിൽ വേദനയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, വിഫലതാബോധങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്. ആ സംഘർഷ ഭൂമിയിലേക്കാണ് കരുതലിനായി, കാവലിനായിട്ട് ഈശോ അയക്കുന്നത് പത്രോസിനെയും കൂട്ടുകാരെയും. ഇവിടെ ഒന്ന് വ്യക്തമാണ്, മടിയൻ്റെ അത്താണി അല്ല, കർമ്മം ചെയ്യാനുള്ള കരുത്ത് ആയിട്ട് മാറണം മതവും പ്രാർത്ഥനയും ഒരുവന്. വീണ്ടും നമ്മൾ ലൂക്കാ സുവിശേഷകൻ്റെ 10-ാം അധ്യായത്തിലെ നല്ല സമറായക്കാരൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന സമറായക്കാരനെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന പുരോഹിതനും ലേവായനുമുണ്ട്. അവർക്കതിന് ന്യായീകരണമുണ്ടായിരുന്നു. പുരോഹിതനും ലേവായനും കൃത്യസമയത്ത് ദേവാലയത്തിൽ എത്തിച്ചേരണമായിരുന്നു. അവിടെ പൂജാവിധികൾ അനുഷ്ഠിക്കേണ്ടവരവർ. ഇനി അതല്ലെങ്കിൽ ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ സ്പർശിച്ച് അവൻ്റെ രക്തം കയ്യിൽ പുരണ്ടാൽ അവൻ ഒരുപക്ഷെ മരിച്ചിരിക്കുമെങ്കിൽ അങ്ങനെ അശുദ്ധമായ കരങ്ങൾ കൊണ്ട് പൂജാവിധികൾ അനുഷ്ഠിക്കുക നിഷിദ്ധമാണ്. ഇനി അതുമല്ലെങ്കിൽ മുറിവേറ്റൊരു വ്യക്തിയെ വഴിയിൽ ഇങ്ങനെ വച്ചിട്ട് മാറി ഒളിഞ്ഞിരിക്കുന്ന കള്ളന്മാരുണ്ടായിരിക്കും, വഴിയാത്രക്കാരെ പിടിച്ച് കവർന്ന് അവരുടെ മുതൽ എടുക്കാനായിട്ട്. ഈ അപകടങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുറിവേറ്റ് കിടക്കുന്നവനെ കരുതാതെ ലേവായനും പുരോഹിതനും തിടുക്കത്തിൽ ദേവാലയത്തിലേക്ക് പോകുന്നത്. അപ്പോഴാണ് സമറിയാക്കാരൻ കടന്നു വരുന്നത്. ഈ സമറായക്കാരനും യഹൂദനുമായിട്ട് ശത്രുതയുള്ള കാലമാണ്. ഒരു തരത്തിലും ഈ സമറായക്കാരനൊരു ഉത്തരവാദിത്വമില്ല ഈ മുറിവേറ്റ് കിടക്കുന്നവനെ കരുതുവാനായിട്ട്. അത് തന്നെയുമല്ല, ഈ സമറായക്കാർ ദീർഘമായൊരു യാത്രയ്ക്ക് പോകാൻ ഇറങ്ങി പുറപ്പെട്ടതാ. എന്നിട്ടും ഈ മുറിവേറ്റ് കിടക്കുന്നവനെ വാരിയെടുത്ത് അവനെ സത്രത്തിലാക്കി ശുശ്രൂഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ ചോദിക്കുന്നുണ്ട്, ഇവരിൽ ആരാണ് നിനക്ക് അയൽക്കാരനായി മാറിയത് എന്ന്. സ്വാഭാവികമായിട്ടും സമറായക്കാരനാണെന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ഈശോ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. ഈ മുറിവേറ്റ് കിടക്കുന്നവനെ കരുതുകയാണെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം.
ഈ മുറിവേറ്റവനെ കരുതിയില്ലെങ്കിൽ അവന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ അവൻ രക്തം വാർന്നൊഴുകി മരിച്ചു പോയിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ വഴികളിൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ. അപ്പോൾ ഒരുവൻ ചിന്തിക്കേണ്ടത് എനിക്കെന്ത് സംഭവിക്കും എന്നുള്ളതല്ല, ഞാനിവനെ കരുതിയില്ലെങ്കിൽ അവന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇവിടെയും കർത്താവ് സൂചിപ്പിക്കുന്നത് ഈ വലിയ ഒരു ചിന്തയിലേക്കാണ്. അതായത് അപരൻ്റെ സേവനത്തിലൂടെയാണ് നമ്മൾ ദൈവ ഉപാസനയിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളതാണ്. ഇനിയും നമ്മൾ ഈ സമറായക്കാരൻ്റെ കഥയിലൂടെ ഇത്തിലൂടെ നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില മുറിവനുഭവങ്ങളിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഒരിക്കലൊരു സിസ്റ്റർ ഈ സമറായക്കാരൻ്റെ കഥ വായിച്ച് കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു. കുട്ടികൾ ഇങ്ങനെ സിസ്റ്റർ ഈ ഉപമ വായിക്കുമ്പോൾ കുട്ടികൾ അലക്ഷ്യരായി ഇങ്ങനെ ഇരുന്നു. വായന അവസാനിപ്പിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, മക്കളെ, ഈ ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്കുള്ള വഴി, ഈ പാപം മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്ന ഈ വഴി ഈ ക്ലാസിൻ്റെ അകത്തുകൂടി കടന്നു പോകുന്നുവെന്ന്. അപ്പോൾ കുട്ടികളെല്ലാം പെട്ടെന്ന് ആകാംക്ഷഭരിതരായി സിസ്റ്ററിനെ നോക്കി. എന്ത്? ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്കുള്ള വഴി ഈ ക്ലാസിൻ്റെ അകത്തുകൂടി കടന്നു പോകുന്നു. ഇവിടെ നിങ്ങളുടെ കൂട്ടുകാരിൽ ചിലരൊക്കെ മുറിവേറ്റ് കിടപ്പുണ്ട് എന്ന്. വീണ്ടും കുട്ടികൾ ആകാംക്ഷയോടെ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, ദാ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ചിലരൊക്കെയും യൂണിഫോം പിഞ്ചി കീറിപ്പോയവരുണ്ട്. തുന്നി തയ്ച്ച് ഇട്ടിരിക്കുന്ന യൂണിഫോറങ്ങൾ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഫൈൻ അടിക്കേണ്ടി വരുന്ന, അതിൻ്റെ നാണക്കേട് അനുഭവിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ, വയറു നിറയെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ അർത്ഥപ്പട്ടിണിക്കാരായി ഇവിടേക്ക് വരുന്ന നിങ്ങളുടെ സഹപാഠികൾ, പഠിക്കുവാനുള്ള ബുദ്ധി സാമർഥ്യം കുറവായതുകൊണ്ട് പരീക്ഷയിൽ തോറ്റ് അതിൻ്റെ അപകർഷതാബോധം അനുഭവിക്കുന്നവർ, ഇവരൊക്കെ ഈ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവരാണ്. നിങ്ങളുടെ കരുതലിന് വേണ്ടി, നിങ്ങളുടെ കാരുണ്യത്തിന് വേണ്ടി കൈനീട്ടുന്നവർ. വീണ്ടും നമുക്ക് ഈ ചിന്തയിൽ ഇത്തിരി നമ്മൾ ആഴപ്പെടുമ്പോൾ, നമ്മുടെ സ്വന്തം വീടുകളിലേക്ക് വരുമ്പോൾ, ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്കുള്ള വഴി നമ്മുടെ വീടിൻ്റെ അകത്തുകൂടി കടന്നു പോകുന്നു എന്ന് നമുക്ക് പറയാം. അവിടെ മുറിവേറ്റ് കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട മുത്തശ്ശനും മുത്തശ്ശിയും വല്യപ്പച്ചനും വല്യമ്മച്ചിയും. നമുക്കറിയാം, ഈ നാടിൻ്റെ, മലയാള നാടിൻ്റെ ഏറ്റവും വലിയ സുഹൃതവും നന്മയുമായിരുന്നു പ്രായമായ കണവന്മാരെ മക്കളിൽ ഒരുവൻ വീട്ടിൽ ഒത്തു താമസിച്ചിട്ട് പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും അവരുടെ ദീനകാലങ്ങളിൽ. എന്നാൽ അടുത്ത കാലത്തായിട്ട് ഈ നാട്ടിൽ ഏറ്റവും ഉയർന്നു വരുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയപ്പെടുന്നത് വൃദ്ധമന്ദിരങ്ങളാണ്. കാശ് കൊടുത്തോ കാശ് കൊടുക്കാതെയോ താമസിക്കാവുന്ന വൃദ്ധമന്ദിരങ്ങൾ. ഞാൻ ഓർക്കുന്നു, രാമപുരം പള്ളിയിലെ വികാരിയായി വന്നപ്പോഴാണ് പലപ്പോഴും ഞാൻ തിരിച്ചറിയുന്നത്, സെമിനാരിയിൽ 30 കൊല്ലം പഠിപ്പിച്ചപ്പോൾ കാണാതിരുന്ന പുതിയൊരു ലോകമാണ് ഞാൻ ഇടവകൾ ദർശിക്കുന്നത്. ഒരു പുരുഷായുസ് മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ, ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്ത് മുഴുവനും മക്കൾക്ക് പങ്കുവെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ മക്കളിൽ ആരും തിരിഞ്ഞു നോക്കുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ വിശപ്പടക്കാൻ വേണ്ടി അയൽപക്കങ്ങളിലൂടെ തെണ്ടി നടക്കുന്ന കാനവന്മാരെ, അപ്പച്ചന്മാരെ ഞാൻ കാണാറുണ്ട്. പള്ളിയിൽ ഒരുപക്ഷെ പള്ളിമുറിയിൽ വിളിച്ച് ഞാൻ ആഹാരമോ അല്ലെങ്കിൽ സഹായമോ ചെയ്ത കഥ ഞാൻ ഓർക്കുന്നു.
അതുപോലെ തന്നെ ധനാഢ്യരായ 6 മക്കളുള്ള ഒരമ്മച്ചി, ഈ മക്കളാരും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ സർക്കാർ ആശുപത്രിയുടെ തിണ്ണയിൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാതെ പുറത്ത് തൊലി മുഴുവൻ അഴുകി, ഇത്തിരി വെള്ളം തൊട്ടു കൊടുക്കുവാൻ ആരുമില്ലാതെ മരിച്ചപ്പോൾ, കണ്ണുകൾ അടച്ചപ്പോൾ ധനാഢ്യരായ മക്കളൊക്കെ ഓടിയെത്തി അമ്മയുടെ മൃതശരീരം എൻ്റെ വീട്ടിൽ വയ്ക്കണമെന്ന് മത്സരമായി അവർക്ക്. തന്നെയുമല്ല, അമ്മയുടെ സംസ്കാരം ഗംഭീരമാക്കണം. മെത്രാനച്ചന്മാരും അച്ഛന്മാരും ഒക്കെ ഒരു പിടി വേണം, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം. മുല്ലപ്പൂവ് കൊണ്ടും റോസ മൊട്ട് കൊണ്ടും ഒക്കെ അമ്മയുടെ മൃതശരീരവും ശവപ്പെട്ടിയും ഒക്കെ അലങ്കരിച്ചു. കണ്ടപ്പോൾ പുച്ഛം തോന്നി എനിക്ക്. ജീവിച്ചിരുന്ന കാലത്ത് കണ്ണുകളടഞ്ഞ നിമിഷങ്ങളിൽ ഇത്തിരി വെള്ളം തൊട്ട് കൊടുക്കുവാൻ പോലും മെനക്കെടാതിരുന്ന മക്കൾ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മൃതശരീരത്തിന് വേണ്ടി വിലപേശുന്ന കാഴ്ച കണ്ടപ്പോൾ ഈ നാടിൻ്റെ പല ഭാഗങ്ങളിലും അരങ്ങേറുന്ന ഒരു സംഭവമാണിത്. ഈ നാടിൻ്റെ വലിയൊരു വേദനയുമാണിത്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഒരു അകന്ന ബന്ധു, അവൻ്റെ സഹോദരങ്ങളെല്ലാം വിദേശത്താണ്, സഹോദരന്മാരും സഹോദരിമാരുമൊക്കെ. ഇവന് പഠിപ്പില്ലാതിരുന്നതുകൊണ്ട് വിദേശത്ത് പോകാൻ സാധിച്ചില്ല. സഹോദരങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തു ഇവൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും. സഹോദരങ്ങളെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവൻ മകളെ ബാംഗ്ലൂരിൽ BSc നഴ്സിങ്ങിന് കൊണ്ട് ചേർത്തു. പണം കടം വാങ്ങിച്ചു, ബ്ലേഡിൽ നിന്നും പണം കടം വാങ്ങിച്ച് മകളെ ചേർത്തു. തിരികെ പണം കൊടുക്കേണ്ട സമയമായപ്പോൾ സഹോദരങ്ങൾ ഓരോരുത്തരും അവരോട് ചോദിക്കാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും മാറി മാറി മറ്റുള്ളവൻ്റെ പക്കലേക്ക് പന്ത് തട്ടി ഇട്ടപ്പോൾ പണം ഒരിടത്തൊന്നും കിട്ടാതെ വന്നപ്പോൾ, പണം തിരികെ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചപ്പോൾ അഭിമാനിയായ ഈ ചെറുപ്പക്കാരൻ അരക്കുപ്പി ചാരായത്തിൻ്റെ അകത്ത് ഫുരിഡാൻ ഒഴിച്ച് പറമ്പിൽ പോയി ആത്മഹത്യ ചെയ്തു. സഹോദരൻ ആത്മഹത്യ ചെയ്തപ്പോൾ വിദേശത്ത് ഉള്ള സഹോദരങ്ങളെല്ലാം സഹോദരിമാരെല്ലാം നാട്ടിലെത്തി മതസംസ്കാര ശുശ്രൂഷ ഗംഭീരമാക്കുവാനായിട്ട്. ഞാൻ കഴിഞ്ഞ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ അതിഗംഭീരമായ മതസംസ്കാരം എല്ലാവരും കൂടി നടത്തി. ഞാൻ ഓർക്കായിരുന്നു, ഈ സഹോദരങ്ങൾ വിദേശത്തു നിന്നും നാട്ടിലേക്ക് പറന്നപ്പോൾ അതിനുവേണ്ടി ഒരാൾ ചിലവാക്കിയ ടിക്കറ്റിൻ്റെ തുകയുണ്ടായിരുന്നെങ്കിൽ ഈ പാവം ചെറുപ്പക്കാരന് ആത്മഹത്യ ചെയ്യേണ്ടി വരികയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ്, ചില അനുഭവങ്ങളാണ്. ഇവിടെ നമ്മൾ നമ്മുടെ മുഖ്യ ചിന്തയിലേക്ക് വരികയാണ്. മാനവ സേവയാണ് മാധവ സേവയെന്ന് പറയുന്നത്. നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങളോട് നാം കാണിക്കുന്ന കനിവും സ്നേഹവുമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് അർഹത നൽകുന്നത്. രാമപുരത്തിൻ്റെ വലിയൊരു സുഹൃത്തും കൂടി ഞാൻ ഓർമ്മിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രാമപുരത്ത് കുഞ്ഞച്ചനെക്കുറിച്ച്. കുഞ്ഞച്ചൻ എന്ന് പറയുന്നൊരു ആ നല്ലവനായ വൈദികൻ്റെ പേര് കുഞ്ഞച്ചൻ എന്നായിരുന്നില്ല. അച്ഛൻ ആകാരത്തിൽ കുറിയവനായതുകൊണ്ട് അച്ഛനെ കുഞ്ഞച്ച എന്ന് വിളിച്ചത്. അച്ഛൻ്റെ പേര് ശരിക്കും ഫാദർ തേവർ പറമ്പിൽ അഗസ്റ്റിൻ എന്നാണ്. അച്ഛൻ 1891 ജനിച്ചു. 1921 മംഗലപ്പുഴ സെമിനാരിയിൽ പഠിച്ച് അച്ഛനായി.
1973 ഒക്ടോബർ 16 മരിച്ചു. 2006 ഏപ്രിൽ മാസം 30 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മൾ ഇപ്പോഴത്തെ വന്യ മാർപ്പാപ്പായിലൂടെ. ഏതാണ്ട് 52 വർഷം നീണ്ടു നിന്ന കുഞ്ഞച്ചൻ്റെ അജപാലന ശുശ്രൂഷ പാലായിലെ കടനാട് എന്ന ഇടവകയിൽ 2 വർഷത്തോളം അച്ഛൻ അജപാലന ശുശ്രൂഷ ചെയ്തു. ബാക്കിയുള്ള 50 വർഷവും സ്വന്തം ഇടവകയായ രാമപുരത്ത് ഒരു കൊച്ചു മുറിയിൽ താമസിച്ചുകൊണ്ട് മറ്റാരുടെയും പ്രത്യേകമായ നിയമനങ്ങളോ നിയോഗങ്ങളോ ഇല്ലാതെ സ്വയം തിരഞ്ഞെടുത്ത ഒരു അജപാലന ശുശ്രൂഷ എന്താണെന്നറിയാമോ? ദളിത് ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള സ്നേഹ ശുശ്രൂഷ. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സാഹചര്യം അറിയാവോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ദളിത് ക്രൈസ്തവരെ നമ്മളന്ന് വിളിച്ചിരുന്നത് പുതു ക്രൈസ്തവരെന്നാണ്. ഇവരൊക്കെ ഏതാണ്ട് അടിമത്ത രീതിയിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് പഴയ ക്രൈസ്തവരുടെ പറമ്പുകളിൽ താമസിച്ചിരുന്ന കുടികിടപ്പുകാരായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പഴയ ക്രൈസ്തവരുടെ നമ്മളെപ്പോലെ ഉള്ള ആൾക്കാരുടെ ജോലിക്കാരോ അടിമകളോ ഒക്കെ ആയിരുന്നു അവർ. ഈ പാവം പുതു ക്രൈസ്തവർക്ക്, ദളിത് ക്രൈസ്തവർക്ക് സ്കൂളിൽ കുട്ടികൾ 5ാം ക്ലാസ്സിനപ്പുറം കുട്ടികൾ സ്കൂളിൽ പോകില്ലായിരുന്നു. കാരണം അവരെ കൂലിവേലയ്ക്ക് വിളിക്കുമായിരുന്നു. സ്കൂളിൽ പോയി അവർ പഠിച്ചാലോ വലിയ വീട്ടുകാർക്ക്, മുതലാളിക്ക് പറമ്പ് കിളയ്ക്കാനും കാള പൂട്ടാനും ചവറൊടിക്കാനും ഞാറ് നടാനൊന്നും ആളെ കിട്ടുകയില്ല. അതുകൊണ്ട് അവരെ സ്കൂളിൽ വിടാൻ അനുവദിക്കുകയില്ലായിരുന്നു. അതുപോലെ തന്നെ ആരാധനയ്ക്കായിട്ട് അവർക്കായി പ്രത്യേക ദേവാലയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പഴയ ക്രൈസ്തവരുടെ ദേവാലയത്തിൽ അവർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. നമ്മുടെ പഴയ വലിയ വലിയ പള്ളികളിൽ കുരവലങ്ങാട്ടായാലും രാമപുരത്തായാലും മുട്ടുച്ചിറയിലാണെങ്കിൽ അവിടെയൊക്കെ പ്രത്യേക ദേവാലയമുണ്ടായിരുന്നു ഈ ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി ആരാധിക്കുവാൻ. കാരണം അവരെ പഴയ ക്രൈസ്തവരുടെ കൂട്ടത്തിൽ കൂട്ടുകയില്ലായിരുന്നു, അവരുടെ ഒപ്പം ഇരുത്തുകയില്ലായിരുന്നു. കൂലി ചോദിച്ചാൽ ക്രൂരമായ മർദ്ദനമായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. 70ഉം 75ഉം വയസ്സായ ഖാനവരെയോ അല്ലെങ്കിൽ പ്രായമായ ഒരു സ്ത്രീയോ കൊച്ചു കുട്ടികൾ വരെ പേരെടുത്താണ് വിളിച്ചിരുന്നത്. അത്രയും ദയനീയമായിരുന്നു ഈ ദളിത് ക്രൈസ്തവരുടെ സ്ഥിതി. അവർക്ക് താമസിക്കാൻ കുടിലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൂരകൾ മാത്രം. അവർ കായനെ പോലെ ചേരികളിൽ നിന്നും ചേരികളിലേക്ക്, കോളനികളിൽ നിന്നും കോളനികളിലേക്ക്, തുരുത്തുകളിൽ നിന്നും തുരുത്തുകളിലേക്ക് പലായനം ചെയ്തു. അവസാനം മരിച്ചു വീഴുമ്പോൾ 6 അടി മണ്ണ് പോലും ഇല്ലാതെ സ്വന്തം കൂരയ്ക്കകത്ത് കുഴി തോണ്ടി അവളെ അടക്കപ്പെടേണ്ട ദുരന്ത അവസ്ഥ ആയിരുന്നു ഈ ദളിത് ക്രൈസ്തവർക്കുണ്ടായിരുന്ന അക്കാലത്ത്. ആരോ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നു. ക്രിസ്മസ് രാത്രിയിലെ ഉണ്ണിയെ മുത്തുവാനായിട്ട് കുട്ടികൾ തിരക്ക് കൂട്ടുക. കുട്ടികളെല്ലാവരും ഒന്നിച്ച് ഉണ്ണിയെ മുത്താൻ തിരക്ക് കൂട്ടിയപ്പോൾ മിടുക്കനായ ഒരു ചെറുമൻ്റെ മകൻ, പുതു ക്രൈസ്തവൻ്റെ മകൻ ഇടിച്ചു മുന്നോട്ട് കയറി മറ്റു പിള്ളേരെ വകഞ്ഞു മാറ്റിയവൻ ഉണ്ണി ഈശോയുടെ കൈകളിൽ ചുംബിച്ചു. ചെറുമൻ്റെ മകന് വലിയവൻ്റെ മകന് മുമ്പേ ഉണ്ണിയുടെ കൈയിൽ മുത്തുകയോ വന്നു. ചെവിക്കും ശക്തമായൊരു തിരുമ്മൽ, ചെവി പിടിച്ച് തിരുമ്മി പിറകോട്ട് നോക്കിയപ്പോൾ സ്ഥലത്തെ പ്രമാണിയാണ്.
പ്രമാണിയുടെ മകന് മുമ്പേ ചെറുമൻ്റെ മകൻ ഉണ്ണിയുടെ കൈകൾ ചുംബിച്ചത്രേ. ഈ ചെറുമൻ്റെ കണ്ണിൽ പൊന്നീച്ച പറന്നു. അവൻ പിറകോട്ട് മാറി. അപ്പോൾ കപ്പ്യാര് വികാരച്ചനോട് പറയുക, അതാ ഉണ്ണി ഈശോയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ പൊടിഞ്ഞു വരുന്നു എന്ന്. ചെറുമൻ്റെ മകൻ്റെ കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീര് ഈശോയുടെ കണ്ണിലെ കണ്ണുനീരായി മാറിയ ഒരു കൊച്ചു കഥ. നടന്നല്ലയോ എന്ന് അറിഞ്ഞുകൂടെ, എങ്കിലും ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥയാണത്. അപ്പം അങ്ങനെയുള്ള ഈ ദളിത് ക്രൈസ്തവർക്ക് വേണ്ടിയാണ് കുഞ്ഞച്ചൻ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. ഈ 50 വർഷക്കാലം എല്ലാ ദിവസവും രാവിലെ ദിവ്യബലിക്ക് ശേഷം കയ്യിലൊരു മുട്ട പുഴുങ്ങിയതുമായിട്ട് കുഞ്ഞച്ചൻ ഇറങ്ങും. ആ മുട്ട പൊളിച്ച് അതിൻ്റെ അകത്ത് ഇത്തിരി നുള്ളി കാണുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കും. അവസാനം അതിലൊരു കൊച്ചു കഷണം കുഞ്ഞച്ചനും കഴിക്കും. ഉച്ചഭക്ഷണം അതാണ്. വൈകുന്നേരമാകുമ്പോൾ തിരികെ പള്ളിയിലേക്ക് വരും. ഇങ്ങനെ ഈ കുടിലുകൾ തോറും ചുറ്റി നടന്ന് മരിച്ചവർക്ക് തലചായ്ക്കാൻ ഇടയില്ലാത്തവർക്ക് സ്വന്തം മടികൾ തലചായ്ക്കാൻ ഇടം കൊടുത്തിട്ട്, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവരെ വെള്ളം അന്ത്യനിമിഷങ്ങൾ വെള്ളം തൊട്ട് കൊടുത്തും, അല്ലെങ്കിൽ മതസംസ്കാരത്തിനുള്ള സൗകര്യമില്ലാത്തവർക്ക് വേണ്ടി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തും, അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ മിശിഹ ആയിട്ട് വിമോചകനായിട്ട് പ്രവർത്തിച്ചു. ജീവിതത്തിലെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും കുഞ്ഞച്ചൻ ചെയ്തിട്ടില്ല. ഈ 50 വർഷത്തെ സേവനം ഈ പാവപ്പെട്ടവരുടെ കുടിലുകളിലായിരുന്നു. രാമപുരത്തുകൂടി ഇടവക്കാരോ വികാരിമാരോ ആയിട്ട് ഒരുപാട് വലിയ ആൾക്കാർ കടന്നുപോയി. എന്നിട്ടും ജനം ഓർക്കുന്നത്, ലോകം ഓർക്കുന്നത് ഈ ആകാരത്തിൽ കുറിയവനായ കുഞ്ഞച്ചനെയാണ്. ഇതാണ് കുഞ്ഞച്ചൻ്റെ ഹീറോയിസം എന്ന് പറയുന്നത്. ജീവിച്ചിരുന്ന കാലത്ത് മറ്റു വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും സഭ ഈ മനുഷ്യൻ്റെ നന്മയെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. രാമപുരം വികാരിയായി എനിക്ക് വ്യക്തമായിട്ടറിയാം, എല്ലാ ദിവസവും മലബാറിൽ നിന്നും കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നൊക്കെയായിട്ട് 100 കണക്കിന് ആളുകളാണ് ഈ ധന്യനായ പുണ്യവാനായി ഈ അച്ഛൻ്റെ കബറിടത്തെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നതും പ്രാർത്ഥിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ സഫലീകരണം കിട്ടുന്നതുമായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചിന്ത നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ചിന്തയിൽ പറഞ്ഞു വെച്ചത് മാനവ സേവയാണ് മാധവ സേവയെന്ന്. ഈശ്വര ഉപാസനയാണ്. ഈശ്വര ഉപാസനയ്ക്കുള്ള മാനദണ്ഡം മനുഷ്യ ഉപാസനയാണ്. എല്ലാ മതങ്ങളുടെയും അന്തസത്ത എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹത്തിലൂടെയാണ് നമ്മൾ ദൈവസ്നേഹത്തിലേക്ക് ഉണരേണ്ടത്. ആ ചിന്തകളെ നമ്മൾ വേദപുസ്തക ചിന്തകളിലൂടെ, നമ്മൾ നല്ല ഇടയൻ്റെ കഥയിലൂടെ, താബോറിൻ്റെ കഥയിലൂടെ, സമറിയാക്കാരൻ്റെ കഥയിലൂടെ, കുഞ്ഞച്ചൻ്റെ വലിയ ആത്മീയ ചൈതന്യത്തോട് നമ്മൾ വിലയിരുത്തുകയായിരുന്നു. ഈ ചിന്തകളെ നമ്മളെ മനസ്സിൽ ഉണർത്തട്ടെ. നമ്മുടെ ജീവിത ദർശനങ്ങളിൽ, നമ്മുടെ പ്രത്യേക ശാസ്ത്രങ്ങളിൽ നാം ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളെക്കാളും ഒക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ കരുണീയമായിട്ടുള്ളത്, വിലയുള്ളത് നമ്മുടെ മുമ്പിൽ വരുന്ന പാവപ്പെട്ട മനുഷ്യരോട് നമ്മൾ എങ്ങനെ കരുതുന്നു എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ടോൾസ്റ്റോയിയുടെ കഥ. മാർട്ടിൻ എന്ന ചെരുപ്പ് കുത്തി ക്രിസ്മസ് രാത്രിയിൽ ഉണ്ണീശോയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടൊടുവിൽ ഒരു കൊച്ചുകുട്ടിയും പാവപ്പെട്ടൊരു സ്ത്രീയും വൃദ്ധനായൊരു മനുഷ്യനും വന്നു കഴിഞ്ഞപ്പോൾ അവരിലൂടെ ഈശോ സന്ദർശിച്ചു എന്ന് പറയുന്ന സുന്ദരമായ ടോൾസ്റ്റോയുടെ കഥ നമുക്ക് ഗുണപാഠമായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഈ ചിന്തകളുടനീളം ഞങ്ങളെ അങ്ങയുടെ ആത്മാവിൻ്റെ പ്രചോദനത്താൽ ഉണർത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ കാലത്തെ നമ്മുടെ ജീവിത വഴികളിൽ മുറിവേറ്റ് കിടന്ന
പാവപ്പെട്ട മനുഷ്യരെ കരുതാതെ കടന്നുപോയ ലേവാനെയോ പുരോഹിതനെയോ പോലെ ഞങ്ങൾക്കെന്ത് സംഭവിക്കുമെന്ന് കരുതി കടന്നു പോയിട്ടുണ്ട്. പൊറുക്കണമേ തമ്പുരാനെ. ഇനിയുള്ള വഴികളിൽ മാനവ സേവയാണ് മാധവ സേവയെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസിനെ കുറേ കൂടി വ്യക്തമായി നിർണ്ണയിക്കുവാനും ജീവിതശൈലിയെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.